إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرات آله وأهل بيته وخلفائه الراشدين المهديين وأزواجه الطاهرات أمهات المؤمنين وسائر الصحابة والتابعين لهم بإحسان إلى يوم الدين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة شيخنا وغوثنا قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله سره، وإلى حضرة شيخنا شمس دائرة العرفان الشيخ بالفضل السيد محمد جلال الدين القادري الصوفي قدس الله سره اللذيذ، وإلى حضرة سائر مشايخنا في السلسلة القادرية والرفاعية والشاذلية والنقشبندية قدس الله أسرارهم. الفاتحة. أعوذ بالله من الشيطان الرجيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. غير المغضوب عليه. അല്ലാഹു ഈ സദസ്സ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എന്തിനാ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്? ഈ ദിക്ർ മജ്ലിസിൽ എന്തിനാ നമ്മൾ ഒരുമിച്ച് കൂടേണ്ടത്? എല്ലാം മറക്കാനാണ്. എല്ലാം, അതായത് ഈ സദസ്സിലേക്ക് വരുമ്പോൾ ദുനിയാവൊക്കെ അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ദുനിയാവൊക്കെ നമുക്ക് കിട്ടും. അതിലുപരി നമുക്ക് കിട്ടേണ്ടത് ആരെയാണ്? റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെയാണ്. അപ്പൊ ഈ സദസ്സിൽ ഇരിക്കുന്നിടത്തോളം കൽബിൽ ആര് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ? ഒരു ഷാറ് വന്നില്ലല്ലോ എന്ന് ഉറക്കെ പറഞ്ഞ്. ആര് മാത്രം? ലാ ഇലാഹ, എനിക്ക് ആരെയുള്ളൂ? അള്ളാഹുവേ ഉള്ളൂ. അപ്പൊ ആ ബോധ്യത്തിലിരിക്കണം. നല്ല ഉഷാറായിട്ട് എനർജറ്റിക് ആയിട്ട് ചൊല്ലണം. ചൊല്ലൂലേ? വന്നില്ല. കാരണം ഒരു ദിക്ർ മജ്ലിസ് കാണുമ്പോൾ മലക്കുകൾ ഇങ്ങനെ, ഇന്നലില്ലാഹി മലായിക, അള്ളാഹുവിന് കുറച്ച് മലക്കുകളുണ്ട്, യതൂഫൂന ഫി തുർക്കി, അവരിങ്ങനെ ഓരോ വഴിയിൽ ഇങ്ങനെ തേടി നടക്കും. എന്താ അവർ തേടി നടക്കുന്നത്? ദിക്റിന്റെ ഹൽക്കകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ദിക്ർ ഹൽക്കകൾ അവരിങ്ങനെ തേടി നടന്ന് ആ ദിക്ർ ഹൽക്ക കാണുമ്പോൾ അവര് വന്നിരിക്കും. അങ്ങനെ ആകാശം മുട്ട മാലാകമാരിങ്ങനെ നിറയും. ആ സദസ്സിലാണ് നമ്മൾ ഇരിക്കണേ. മലക്കുകൾ വന്ന് നിൽക്കുന്ന സദസ്സിൽ എന്തായാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലേ? ഇല്ലേ? അപ്പൊ ഒന്ന് ഉഷാറായിട്ട് ചൊല്ലണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൻ മുൻജലിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ توبة طلبت منك يا شفيع المذنبين ثوبي طهر عن سواك سيدي خير النبي لا إله إلا الله لا إله إلا الله جد لعبد مفلس من سداد المذهب حب حب بحبح يا سيدي خير النبي لا إله إلا الله لا إله إلا الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله
الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا خير النبي لا إله إلا الله لا إله إلا الله നമ്മുടെ കൽബിൽ വേണ്ടേ മഹബ്ബത്തു റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ലാസ്റ്റ് അശ്റഖബീത്തും കൂടെ ഒന്ന് ചൊല്ലണ്ടേ എന്ന് വേണ്ടേ? അല്ലാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. മനസ്സറിഞ്ഞ് സ്വലാത്ത് ചൊല്ലിത്തരുന്നത് പോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. ഡെയിലി ഒരു 33 സ്വലാത്തെങ്കിലും പതിവാക്കുന്ന ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഡെയിലി മാഷാ അല്ലാഹ് കുറവാണ്. സ്വലാത്തിൽ എന്നതിന്റെ ഏറ്റവും വലിയൊരു മഹത്വം എന്താണെന്നറിയോ? നമ്മൾ ഡെയിലി ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് ഹദിയ ചെയ്യുന്നത് ആർക്കാണത്? ഹബീബ് റസൂലുള്ളാഹ്. നമുക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി പെട്ടെന്ന് കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിക്കൂലേ? ഹബീബായ തങ്ങൾ ചോദിക്കും, എരമത്ത് താമസിക്കുന്ന ഇന്നാലിന്നാളുടെ സ്വലാത്ത് ഇന്ന് വന്നില്ലല്ലോ. ഇപ്പൊ മലക്കുകൾ പറയും, നബിയെ അയാൾ മരിച്ചിട്ടുണ്ട്. ആ മനുഷ്യന് വേണ്ടി ഹബീബായ തങ്ങൾ ശഫാഅത്ത് ചെയ്യൂലേ? അപ്പൊ സ്വലാത്ത് ഡെയിലി ഒരു 33 എണ്ണെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. എന്തെല്ലാം അമലുകൾ നമ്മൾ ചെയ്താലും സ്വീകരിക്കുന്ന ഒരു ഉറപ്പില്ല. തമാശക്ക് ചെയ്താൽ പോലും സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു കർമ്മമുണ്ടെങ്കിൽ അതേതാണ്? അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ കാരണം എന്താ? അള്ളാഹ് അത്രമേൽ ബഹുമാനിച്ചിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി മുതൽ ഞാൻ ഡെയിലി ഒരു 33 സ്വലാത്തെങ്കിലും എൻ്റെ ലൈഫിൽ ചൊല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? എന്നുറക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് കേൾക്കട്ടെ. കേട്ടില്ല? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നുകൂടെ ചൊല്ലിക്കേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി وعلى آله وصحبه وسلم. لا إله إلا أنت يا حي يا قيوم. لا إله إلا أنت يا حي يا قيوم. لا إله إلا أنت يا حي يا قيوم. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. إلهي أظهر إلى ظاهري سلطان لا إله إلا الله. وحقق باطني بحقائق لا إله إلا الله. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന രഹസ്യം ഇത് ശരിക്ക് ബോധ്യപ്പെട്ടാൽ നഫ്സ് അമ്മാറയിൽ നിന്ന് നമുക്ക് മേലോട്ട് കയറാൻ പറ്റും. അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാനായ ഖുത്ബുൽ അഖ്താബ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തുടങ്ങിയ എല്ലാ മഹാന്മാരും നഫ്സ് അമ്മാറയിൽ നിന്ന് പുറത്തു കടക്കാൻ ഉപയോഗിച്ച ആയുധം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. എനിക്ക് ആര് മതി? ഇപ്പൊ നമ്മൾ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഉദ്ഉനി
അസ്തജീബു ലക്കും. എന്താ അതിന്റെ അർത്ഥം? എന്നോട് ചോദിച്ചോ, ഞാൻ തരാം. എന്നിട്ട് നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്? എന്ത് ചോദിക്കാനും നമുക്ക് ആരേ ഉള്ളൂ? നമ്മുടെ ഉമ്മായും ഇല്ല, വാപ്പായും ഇല്ല, ആരും ഇല്ല. നമുക്ക് ചോദിക്കാൻ ആരേ ഉള്ളൂ? അല്ലാഹുവേ ഉള്ളൂ. ബാക്കിയൊക്കെ അല്ലാഹു കൊടുത്തതാണ് അല്ലേ? ആത്യന്തികമായി തരുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹുവേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ അല്ലാഹുവോട് ചോദിക്കണത്? അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു സംഗതി നമ്മൾ ചോദിക്കണില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞിരുന്നു അല്ലെ, നമ്മളൊരു യാത്ര പോകാൻ നേരത്ത് കെട്ടികളോട് ചോദിക്കാൻ, എടി ഞാൻ പോയി വരുമ്പോ എന്താ നിനക്ക് കൊണ്ടുവരേണ്ടത്? അപ്പോ അവൾ ഒരുപാട് സംഗതികൾ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോ പോണ സ്ഥലത്ത് നിന്ന് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉത്തരം എന്താണ്? എന്താണ്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി, നിങ്ങൾ മതി അല്ലേ? ഈ വർച്ച അല്ലേ, ഇതല്ലേ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഉള്ളത് തന്നെയാണോ? നമ്മളൊന്നും പറയണില്ല. ഇതാണോ അല്ലാഹ് ഇഷ്ടപ്പെടുന്ന ഒരു മറുപടി? ഉണ്ട്, എനിക്ക് നിന്നെ മതിയല്ല. ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നെ ചോദിക്ക്. അങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് അതിന്. അള്ളാന്റെ സ്വാലിഹീങ്ങൾ പറയുന്നുണ്ട്, ഉദ്ഉനി, എന്നെ ചോദിക്ക്, അസ്തജിബ് ലക്കും, ഞാൻ തരും. എന്നെ ചോദിക്ക്. ഇന്നുവരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അള്ളാനെ? ഇല്ല, അള്ളാനെ ചോദിച്ചിട്ടില്ല നമ്മൾ. എനിക്ക് നിന്നെ വേണം അല്ല, ഈ കൽബ് ഒന്ന് തുറന്നതാ അല്ല, നിന്നെ ഒന്ന് ആസ്വദിക്കണമല്ല, നിന്നെ ഒന്ന് പ്രണയിക്കണമല്ല, നിന്നെ ഈ കൽബിന്റെ കണ്ണുകൊണ്ടൊന്ന് കാണണമല്ല, ഈ കൽബിന്റെ മറകളൊന്ന് നീക്കിത്താല്ല. നമ്മൾ എവിടെ ചോദിച്ചത്? നമ്മൾ കടം വീടണമല്ല, ഞങ്ങളുടെ കച്ചവടം നടക്കണമല്ല അല്ലേ? ഇതൊന്നും ചോദിക്കണ്ടെന്നല്ലോ. ഇതൊക്കെ ചോദിക്കാൻ നമുക്ക് അല്ലാഹുവേ ഉള്ളൂ. പക്ഷെ അവൻ ഇഷ്ടപ്പെടുന്നൊരു ചോദ്യം ചോദിച്ചിട്ട് ബാക്കിയൊക്കെ ചോദിച്ചു. എനിക്ക് നിന്നെ മതിയല്ല. അവനെ കിട്ടിയ പിന്നെ എല്ലാം കിട്ടൂലേ? സ്വർഗം അവൻ്റെതല്ലേ, നരകം അവൻ്റെതല്ലേ, എല്ലാം അവൻ്റെതാണ്. അവനെ കിട്ടിയാൽ പിന്നെ അടിമയായ എനിക്ക് അവനുള്ളതൊക്കെ ആർക്കുള്ളതാണ്? എനിക്കുള്ളത് അവന്റെ അടിമയാണ് ഞാൻ. അപ്പൊ ആ ബോധ്യത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ നമ്മൾ ചൊല്ലുമ്പോ ഖൽബിൽ അല്ലാഹ് മാത്രം. ഒരു 100 ദിക്ർ മനസ്സറിഞ്ഞ് വേറെ ഒന്നും വേണ്ട. എനിക്ക് ആരേ ഉള്ളൂ. കഴിയുന്നവരൊക്കെ കണ്ണടച്ചിരുന്ന് ചൊല്ലിക്കോ. കണ്ണടച്ചിരുന്ന് ഉറങ്ങിപ്പോരുത്. ഉറങ്ങാനല്ല, ഒന്ന് കൽബിൽ തട്ടിയിട്ട് ചൊല്ലാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. നമ്മൾ ഇന്ന് രാവിലെ പഠിച്ചു, നമ്മൾ ഇതൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ ഉറക്കാൻ ആര് വരും? കോട്ടുവാടിയിപ്പിക്കാൻ വരും. നോയിക്കോ, നമ്മൾ ദിക്ർ ചൊല്ലണതിൻ്റെ ഇടക്കൊക്കെ ശൈത്താൻ വരും ഇല്ലേ? ഈ വസ്നാൻ എന്ന് പറയുന്നൊരു ശൈത്താനുണ്ട്. എന്താണ് വസ്നാൻ? ഇവന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? നമ്മളെ കിടത്തി ഉറക്കിക്കളയും. സുബീക്ക് എണീക്കാൻ സമ്മതിക്കൂല. നമ്മളിപ്പോ വലിയ കാര്യത്തിന് അലാറമൊക്കെ വെച്ച് കിടക്കും. പക്ഷെ സുബഹിക്ക് എന്ത് ചെയ്തിട്ട് ഉസ്താദെ സുബഹിക്ക് എണീക്കണില്ല? അങ്ങനെ എണീപ്പിക്കാതിരിക്കണ ശൈത്താന്റെ പേരെന്താണ്? വസ്നാൻ. ഈ വസ്നാൻ എന്ന ശൈത്താനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ സ്വലാത്ത് അധികം ചൊല്ലിയാൽ മതി എന്നാണ്. വസ്നാൻ എന്ന ശൈത്താന്റെ ഉപദ്രവം ഉണ്ടാവൂല. മുത്തുനബിയെ പ്രണയിച്ച് സ്വലാത്തിൽ നോക്കിയേ. എന്നാൽ നിങ്ങൾ വേറൊരു ഇങ്ങനെ പ്ലാൻ ചെയ്ത് നോക്കിയേ. എടാ, നമുക്ക് നാളെ രാവിലെ ഒരു 3:30 മണിക്ക് ഇവിടെ നിന്ന് നമുക്ക് കൊടൈക്കനാൽ പോകണം. 3:30 മണിക്ക് അലാറം വെച്ചോന്ന് പറയും. നമ്മള് 2:30 മണിക്ക് ചാടി എണീക്കും ഇല്ലേ? അന്ന് നമ്മൾ ഉറങ്ങിപ്പോയി എന്ന് പറയോ? പറയൂല. സുബഹിസ്കരിക്കാൻ നമുക്ക് പറ്റാത്തുള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലൈഫിൽ വെറുതായിട്ട് സ്വലാത്ത് എപ്പോഴും ഉണ്ടാകണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോഴും ഉണ്ടാകണം. അത് ഖൽബിൽ മഹബത്ത് ഉണ്ടെങ്കിൽ ഇതൊക്കെ യാന്ത്രികമായിട്ട് സംഭവിക്കും. അപ്പോൾ ഉഷാറായിട്ട് ചൊല്ലൂലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله 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 لا إله لا إله إلا الله 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 بحق لا إله إلا الله بحق لا إله إلا الله
بحق لا إله إلا الله ثم اتقاء النبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي دائما أبدا على حبيبك خير كلهم سعد سعيد الزبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي دائما أبدا على حبيبك كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي دائما أبدا على حبيبك അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നല്ലൊരു ഹദിയ തന്നെ എല്ലാവരും നമ്മുടെ ദിക്ർ മജ്ലിസിലേക്ക് കൊടുക്കണം കേട്ടോ. അള്ളാഹു അതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ പടച്ചോൻ എന്ത് തന്നാലും നമുക്ക് അപ്പാടെ സന്തോഷിക്കാൻ കഴിയുന്നൊരു കൽബ് കിട്ടണമെങ്കിൽ കൽബിൽ പടച്ചോൻ എന്ത് ചെയ്യണം? പ്രകാശം തരണം. വേണ്ടേ? ഈ രോഗം തന്നാലും സന്തോഷം, ആരോഗ്യം തന്നാലും സന്തോഷം, പിന്നെ സമ്പത്ത് തന്നാലും ദാരിദ്ര്യം തന്നാലും എന്ത് സംഭവിച്ചാലും എൻ്റെ കൽബ് അനങ്ങൂല. അതിനെന്ത് ചെയ്യണം? കൽബൊന്ന് തുറന്നു കിട്ടണം. അതിനുള്ള വഴിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അള്ളാഹു അങ്ങനെ ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ആ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബന അൻ ഗൈരിക്. പടച്ചോനെ, നിന്നിൽ നിന്നല്ലാത്തതിൽ നിന്നൊക്കെ എൻ്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. അതാണ് അത്വഹൂറു ശത്രുൽ ഈമാൻ. ഈമാന്റെ വാദി എന്ന് പറഞ്ഞാൽ അത് ഏത് ശുദ്ധിയാണത്? കൽബിന്റെ ശുദ്ധിയാണ്. അപ്പൊ എൻ്റെ ഹൃദയത്തെ നീ നിന്നിൽ നിന്നല്ലാതെ നീ മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ, ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. വനവ്വിർ ഖുലൂബന ബിനൂരി മഅരിഫതിക്. നിന്റെ മഅരിഫത്തായ നൂറ് കൊണ്ട് എൻ്റെ ഹൃദയത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ, അല്ലാഹുമ്മ ത്വഹിർ ഖുലൂബനാ അൻ ഗൈരിക് വനവ്വിർ ഖുലൂബനാ ബിനൂരി മഅരിഫതിക് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഖാജ തങ്ങളുടെ തവസ്സുൽ ബൈത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. بتحميد وتشكير وتمجيد وتكبير وتوحيد وتكثير بدأنا مدح أجمير صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله مشهرة فضائله منورة نوائله موفرة دلائله ولي الهند أجميري صلاة الله سلام الله
على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وذام الحوض مجذوبي بمقصود ومطلوبي ومهدي لمرغوبي ولي الهند يجميري ولي الله قدوتنا معين الدين أسوتنا فغوث الكل عمدتنا ولي الهند يجميري صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله سرى سيرا بلا فصل مريدا طالب الوصل إلى عثمان ذي الفضل ولي الهند يجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وبايعه مع شوقي وصاحبه مع الذوق وعاهده بلا فرق ولي الهند يجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله كرامته عدت عدا عنايته غدت ندا هدايته سرت هندا ولي الهند يجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وروضته لنا جنة بلا صارت لنا جنة لدفع الشر من جنة ولي الهند يجميري صلاة الله سلام الله على طه رسول الله سلام الله على ياسين حبيب الله طبيب القلب بالعرفان معين الكل بالإحسان وعون الحازن اللهفان ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ومأمور من الهادي لإسلام بأمدادي وتبعيد للحادي ولي الهند يجميري صلاة الله سلام الله على طه رسول الله على ياسين حبيب الله وجاء من داخل الكعبة نداء كان ذا هيبة قبلناه بلا خيبة ولي الهند أجميري صلاة الله سلام الله على طه رسول الله
Salatullah salamullah ala Yasin Habibillah. Kada ja min nabillah jawabu ya waliyallah alayka salamuna lillah waliyul hindi ajmiri. Salatullah salamullah ala taha rasulillah. Salatullah salamullah ala Yasin Habibillah. Bijistin baya al-khalira binajmi الدين قد حضرا وغوث الناظم سفرا ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. معيني كل معينا لي وعونا يا أبا الفضل دواما غير منفصل ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. وقلبي دائما مائل إليكم ها أنا السائل فلا تطرد بلا نائل ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. صلاة الله ذي النعم على ياسين والقشم وآل صحبه النجم ولي الهند أجميري. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഖാജ തങ്ങളുടെ മദദ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ടാണ് പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നിന്റെ അസ്കാറുകൾ ചൊല്ലിയ സദസ്സാണ് അല്ലാഹ്. നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പാടിയ സദസ്സാണ് അല്ലാഹ്. നീ തഴയല്ലേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിത്ല് സവാബ് ആരംഭപ്പൂവായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്. തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെല്ലാം നീ പൊറുക്കണേ അല്ലാഹ്. ഒരുപാട് മുറാദുകളുമായി ഈ
സദസ്സിലേക്ക് ഓടിയെത്തിയവരുണ്ട്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. പലരുടെയും കൽബകം വിങ്ങുകയാണ് റബ്ബേ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. എത്രയെത്ര അസുഖബാധിതരുണ്ട്, നീ പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ്. മാരകമായ രോഗങ്ങളിൽ നിന്ന് നീ കാവൽ നൽകണേ തമ്പുരാനെ. പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സന്താനങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഗർഭിണികളായ സഹോദരികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, എല്ലാ മേഖലകളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പൈശാചികതകളിൽ നിന്ന് മുക്തി നൽകണേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബൊന്ന് തുറന്നു തരണേ അല്ലാ. ഈ കൽബിന്റെ കണ്ണുകൊണ്ട് നിന്നെയൊന്ന് ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നീ തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ കാണാത്ത കൽബെന്തിനാണല്ലാ? നിന്റെ ഹബീബിനെ കാണാത്ത കണ്ണെന്തിനാണല്ലാ? ആ ഹബീബിനെ കണ്ടാസ്വദിക്കാൻ, അതിലൂടെ നിന്നെ ദർശിക്കാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. കടക്കാരനായി മരിപ്പിക്കല്ലേ അല്ലാ. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയല്ലേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഗതികേടിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, യാ റബ്ബനാ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ചും ഈ മജ്ലിസിലേക്ക് ഹദിയകൾ ചെയ്തവരുണ്ട്. അവരിൽ നിന്ന് വിട പറഞ്ഞവരുടെ ഖബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരെല്ലാം ഉണ്ടോ ഈ ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്നവരടക്കം എല്ലാവരുടെയും ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. ഈ മാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്റെ കഅബാലയം കാണാതെ, മദീന കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഈ ദുനിയാവിലെ ചൂട് പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോ പൊന്നുമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നൊരു നേതാവുണ്ട്. താജ്ദാരെ മദീന, സർവരേ ആലം, സർക്കാർ ദ്വാലം, നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആ നൂറിനെ ദർശിക്കാൻ, ആ നൂറിന്റെ തണലിലായി സ്വർഗീയ ലോകത്തൊരുമിക്കാൻ നിന്റെ കാരുണ്യം കൊണ്ട് തൗഫീക്ക് നൽകണേ അല്ലാ. സദസ്സിലേക്ക് ഓടിയെത്തിയ സഹോദരിമാരുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് പൂർത്തീകരിക്കണേ അല്ലാ. ഇവിടുന്ന് നൽകപ്പെടുന്ന ബറക്കത്തിന്റെ ഭക്ഷണത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. നീ ശിഫ നൽകണേ അല്ലാ. ബറക്കത്തുള്ള ഭക്ഷണമാക്കണേ അല്ലാ. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.